പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹീതമായ രാത്രി സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തോടെ ദൈവം തന്ന ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ഒരുമിച്ചായിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. രാവിലത്തെ ജോലിക്ക് ശേഷം ഈ തിരക്കേറിയ ലോകത്തിൽ സമയങ്ങൾ വേർതിരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ ഇത്രത്തോളം ദൈവമക്കൾ കാണിച്ച വലിയ ഉത്സാഹത്തിനായി കർത്താവിന്റെ സ്തോത്രം. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിന് മുൻപിൽ അല്പനിമിഷങ്ങളായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. മത്തായി സുവിശേഷം 1-ാം അധ്യായമാണ് ഇന്ന് രാത്രി ചിന്തയ്ക്കായി നമ്മൾ വായിച്ചത്. അതിന്റെ 1-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കും. The book of Matthew chapter 1 verses 1. 1-ാം അധ്യായം 1-ാം വാക്യം. മതി, ഒന്നും കൂടെ വാക്യം വായിക്കുന്നു. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ, ഒന്നും കൂടെ നമുക്ക് ആ വാക്യം പറയാം. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ. വളരെ ചിന്തനീയമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന എല്ലാവരും കൃപയാൽ ആത്മാവിൽ ബലപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന അനുസരിച്ചാണ് ഇന്ന് രാത്രി വചനത്തെ ഏത് നിലകളിൽ തിരിച്ചുവിടണമെന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിക്കുന്നത്. ആ നിലവാരത്തിൽ ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടേണ്ടതിനായി പ്രാർത്ഥനയോടെ ദൈവസ്ഥാനം. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കുന്നു. ഒന്ന് ചിരിച്ചിരുന്നാൽ സന്തോഷമാണ്. മനസ്സിന്റെ ആ സന്തോഷം ദൈവസന്നിധിയിൽ നമ്മൾ വെളിപ്പെടുത്തണം. നമ്മുടെ എല്ലാ വിഷമങ്ങളും മറക്കാൻ കഴിയുന്ന ഒരിടം ദൈവത്തിന്റെ സന്നിധിയാണ്. എല്ലാ ടെൻഷനുകളും മാറ്റിവെക്കാൻ കഴിയുന്ന ഒരേ ഒരു ഇടം അത് ദൈവത്തിന്റെ പാദപീഠമാണ്. നമ്മുടെ ആ ചലനമുള്ള മുഖം, ദൈവത്തിന്റെ ചൈതന്യമുള്ള മുഖം, അത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി ഇന്ന് രാത്രിയിൽ തീരുമാനാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. മത്തായി സുവിശേഷം 1-ാം അധ്യായം നമുക്കറിയാം, ഒരു വംശാവലി എഴുതിക്കൊണ്ടാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷം ആരംഭിക്കുന്നത്. സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. മത്തായി സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. പക്ഷേ 4 സുവിശേഷങ്ങൾ മാത്രമല്ല എഴുതപ്പെട്ടിട്ടുള്ളത്. അനേക സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. സഭയുടെ സഭാചരിത്രം, ഹിസ്റ്റോറിക്കൽ പീരീഡ് നമ്മൾ പഠിച്ചാൽ 4 സുവിശേഷങ്ങൾ മാത്രമല്ല. ബർണബാസിന്റെ സുവിശേഷമുണ്ട്, അപ്പല്ലോസിന്റെ സുവിശേഷമുണ്ട്, പൗലോസിന്റെ സുവിശേഷമുണ്ട്. ഇങ്ങനെ ധാരാളം സുവിശേഷങ്ങൾ. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ധാരാളം സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വ്യാജ പേരുകൾ എഴുതപ്പെട്ട സുവിശേഷങ്ങളാണ്. സ്യൂഡോ എപ്പിസ്റ്റൽസ് എന്നാണ്, ഗോസ്പൽസ് എന്നാണ് അതിനെ പൊതുവെ വിളിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് പ്രസിദ്ധരാകാൻ കഴിയാത്തവര് പൗലോസിന്റെ പേര് വെച്ച്, അപ്പല്ലോസിന്റെ പേര് വെച്ച്, യാക്കോബിന്റെ പേര് വെച്ച് സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട് 2-ാം നൂറ്റാണ്ടിൽ. പക്ഷേ അതൊന്നും കാനോനികമായി സഭ അംഗീകരിച്ചില്ല. പക്ഷേ യേശുവിന്റെ ശിഷ്യന്മാർ എഴുതപ്പെട്ട സുവിശേഷങ്ങളാണ് പൊതുവെ, പ്രത്യേകിച്ച് പിന്നീട് വന്ന അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാർ എഴുതപ്പെട്ട സുവിശേഷങ്ങളാണ് ദൈവത്തിന്റെ സ്തോത്രം ആധികാരികമായി എഴുതപ്പെട്ട സുവിശേഷങ്ങൾ. അതുകൊണ്ടാണ് ഈ 4 സുവിശേഷങ്ങൾ ദൈവ വചനത്തിനകത്ത് വരുവാനിടയായത്. അപ്പൊ ഒത്തിരി സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും കാനോനികമായി ആധികാരികമായി ദൈവസഭയ്ക്ക് ലഭിച്ച 4 സുവിശേഷങ്ങളാണ്. ഈ 4 സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം ഏതാണെന്ന് അറിയാമോ? ഈ 4 സുവിശേഷങ്ങളിൽ ആദ്യം എഴുതിയ സുവിശേഷം, ആദ്യം എഴുതിയ സുവിശേഷം കറക്റ്റ് മർക്കോസിന്റെ സുവിശേഷമാണ്. അത് സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറിയ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷമാണ്. അപ്പം ഈ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം. ഏറ്റവും അവസാനം എഴുതപ്പെട്ടത് ഏതായിരിക്കാം? ഏറ്റവും ലാസ്റ്റ്. ഈ കൊച്ചറിവുകളൊക്കെ നമ്മുടെ മനസ്സിലുള്ളതെന്നല്ല, പ്രത്യേകിച്ച് വചനം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊന്ന് തങ്ങി നിൽക്കുന്നത്. ഏറ്റവും അവസാനം എഴുതപ്പെടാൻ സാധ്യതയുള്ള സുവിശേഷം ഏതാണ്? സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷമാണ്. യോഹന്നാന്റെ സുവിശേഷമാണ് ഏറ്റവും അവസാനമായി എഴുതപ്പെട്ട ആധികാരികമായ സുവിശേഷം. ആരും തല കുനിച്ചിരിക്കേണ്ട, ആരോട് വ്യക്തിപരമായി ചോദിക്കുന്നില്ല. എന്റെ ഒരു ശൈലി അങ്ങനെ അല്ലെന്ന് അറിയാമല്ലോ. ആരോട് വ്യക്തിപരമായി പേഴ്സണലായിട്ട് ചോദിക്കുന്നില്ല. അപ്പൊ 1-ാമത്തെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാണ്. ഏറ്റവും അവസാനം എഴുതപ്പെട്ട സുവിശേഷം യോഹന്നാൻ. ഇത് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇതിൽ 2 സുവിശേഷങ്ങളാണ് വംശാവലിയോട് എന്ന് വെച്ചാൽ പാരമ്പര്യം എഴുതിയിരിക്കുന്നത്. ഒന്ന് മത്തായി സുവിശേഷത്തിലും 2 ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. നിങ്ങൾ വായിച്ചു പോയിട്ടുണ്ടോ? ജീനിയോളജി. ഹാവ് യു റെഡ് ചിൽഡ്രൻ? ജീനിയോളജി രേഖപ്പെടുത്തിയിരിക്കുന്ന 2 സുവിശേഷങ്ങളാണ്. പാരമ്പര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന 2 സുവിശേഷങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുക്കാം. നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി മാത്രം ഞാൻ അതൊന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മുടെ ചിന്താവിഷയം അതല്ല, എങ്കിലും നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി ഞാനത് പറയുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം.
ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് തുറന്നാണ്. ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള വാക്യങ്ങളിലും, ഇത് നിങ്ങളുടെ ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി മാത്രം കേട്ടോ, നമ്മുടെ പ്രസംഗ വിഷയം അതല്ല എങ്കിൽ ലൂക്കോസ് സുവിശേഷം 3:23 മുതൽ ശ്രദ്ധിച്ചോ താഴോട്ട്. കേട്ടോ, വംശാവലിയാണോ? ആണോ? അല്ലേ? അപ്പം 2 സുവിശേഷങ്ങളിലാണ് വംശാവലി അല്ലെങ്കിൽ ജീനിയോളജി എഴുതിയിട്ടുള്ളത്. അതിൽ ഒന്ന് മത്തായി സുവിശേഷമാണ്, 2 ലൂക്കോസിന്റെ സുവിശേഷമാണ്. ഇനി നമ്മുടെ കുറെ വാക്യത്തിലേക്ക് നമുക്ക് മടക്കി, ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മത്തായി സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യമാണ്. ഈ സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് വ്യത്യസ്ത സമൂഹങ്ങളെ ലക്ഷ്യമിട്ടാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഈ മർക്കോസിന്റെ സുവിശേഷം എഴുതിയത് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇംഗ്ലീഷാണ് അന്നത്തെ ഗ്രീക്ക് എന്ന് പറയുന്നത്. ലോകം അറിയപ്പെട്ട യേശുവിന്റെ കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഇന്ന് ഇംഗ്ലീഷ് ആയിരിക്കുന്ന പോലെ അന്ന് ഏറ്റവും അധികം ലോക ജനത സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയാണ്. അതുകൊണ്ട് ഗ്രീക്ക് ഭാഷ, യവനായ ഭാഷക്കാരെ ലക്ഷ്യമിട്ട് എഴുതിയ ഒരു സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. അത് ഏറ്റവും ചെറിയ സുവിശേഷമാകാൻ കാര്യം, ഈ ഗ്രീക്കുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പണ്ട്, ഇപ്പൊ അങ്ങനെ ഇല്ല, പണ്ട് നമ്മൾ കേരളത്തിലായിരുന്ന സമയങ്ങളിൽ പേപ്പർ രാവിലെ വരും അല്ലേ, കണ്ടിട്ടുണ്ടോ? അത് ഉത്സാഹത്തോടെ പലരും വായിക്കാറുണ്ട്. പക്ഷെ വായന ശൈലി വ്യത്യാസം. ചിലര് തലക്കെട്ട് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, വായിക്കുള്ളൂ. ചിലര് ഓരോ പോയിന്റ് ഇങ്ങനെ ചൂഴ്ന്നെടുത്ത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ അത് വളരെ താല്പര്യമുള്ളവരാ. ചിലർ ആദ്യം ചരമകോളമാണ് നോക്കുന്നത്. അത് ഓരോന്ന് വായിച്ച് ഓരോ വ്യക്തികളെ ഐഡന്റിഫൈ, ഓരോ വാക്ക് പോലും ശ്രദ്ധിച്ച്. ഞാനത് ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ പറഞ്ഞതല്ല. പ്രത്യേകിച്ച് ഈ ബന്ധങ്ങളൊക്കെ വില കൊടുക്കുന്നവർക്ക് അത് വളരെ പ്രാധാന്യത്തോടെ അവരെന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ആരൊക്കെ കടന്നുപോയി ഇല്ലേ? അപ്പം ആ കാര്യങ്ങളൊക്കെ വളരെ അവർ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ചിലര് ടൈറ്റിൽ മാത്രം വായിക്കും, ചിലര് ഓരോ വേർഡ്. നമുക്കതൊന്നും കിട്ടത്തില്ല. കൊച്ചു പിള്ളേരായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. നമുക്കൊക്കെ പേപ്പർ ലാസ്റ്റിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, ഓരോ വാക്ക് ഇങ്ങനെ. ഈ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യവനാക്കാരുടെ പ്രത്യേകത, അവർ ഈ ഇരുത്തി ഒന്നും വായിക്കത്തില്ല, മറിച്ച് ടൈറ്റിൽ മാത്രമേ വായിക്കൂ. അതുകൊണ്ടാണ് ഏറ്റവും ഷോർട്ടായിട്ട് മർക്കോസിന്റെ സുവിശേഷം എഴുതി. കാരണം ഇതൊരു 30-40 അധ്യായം എഴുതി ഇവർ ഇരുന്ന് എന്ത് ചെയ്യത്തില്ല, വായിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പ്രസംഗിച്ചാലും ഒരു 1.5 മണിക്കൂർ കേൾക്കാനുള്ള ക്ഷമയൊന്നും എല്ലാവരും ഇവിടെ ഉണ്ടോ? അപ്പം ആ ക്ഷമകൾക്ക് എന്തുണ്ട്, വ്യത്യാസമുണ്ട്. നിങ്ങളും ആ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നമുക്ക് മെസ്സേജ് കേൾക്കുന്ന ആ ദൈവത്തിന്റെ സ്തോത്ര ക്ഷമയ്ക്ക് പല സഭകളിലും എന്തുണ്ട്. ചിലടത്തൊക്കെ ചെല്ലുമ്പോൾ ഒരു 15 മിനിറ്റ് ആകുമ്പോഴേ വാച്ചൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുക. അപ്പോഴേ നമുക്ക് അറിയാം അത്രയും കപ്പാസിറ്റിയെ ഉള്ളിൽ. പല ചർച്ചകളും പ്രസംഗം നമുക്ക് അതറിയാം. ചിലയിടത്തൊക്കെ ചെന്നാൽ 1 മണിക്കൂർ ആകുമ്പോൾ ആൾക്കാർ ക്ഷീണിക്കും. ചിലയിടത്ത് 1.5 മണിക്കൂർ നിന്നാലും ക്ഷീണിക്കത്തില്ല. പാസ്റ്ററെ സ്തോത്രം പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും, ഒരു 10 മിനിറ്റ് കൂടെ. അപ്പം നമ്മുടെ ക്ഷമയുടെ അതിരുകൾക്ക് എന്തുണ്ട്, നമ്മുടെ പേഷ്യൻസിന് എന്തുണ്ട്. അതും നെഗറ്റീവ് അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്ഷമകൾക്ക്, നമ്മുടെ ആ കേൾക്കാനുള്ള മനോഭാവത്തിനെല്ലാം വ്യത്യാസങ്ങളുണ്ട്. കാരണം എല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാ സഭകളും എല്ലാ സമൂഹങ്ങളും എന്തോ വ്യത്യസ്തത. ദൈവം അങ്ങനെയാണ് ഓരോരുത്തരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നെഗറ്റീവുമല്ല പോസിറ്റീവുമല്ല, അങ്ങനെയാണ് ദൈവം എല്ലാവരും എന്ത് ചെയ്തിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഈ സഭയ്ക്കകത്തും പോസിറ്റീവ് ഉള്ള കാര്യങ്ങളും ഉണ്ട്, നെഗറ്റീവ് ഉള്ള കാര്യങ്ങളുണ്ട് അല്ലേ? ഒരു വ്യക്തി തന്നെ ഈ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ഒത്തിരി പോസിറ്റീവ് ഉണ്ട്, പക്ഷെ ചിലപ്പോൾ 2 നെഗറ്റീവ്. നമുക്ക് ഏതായിരിക്കും വലുത്? പോസിറ്റീവ് ആയിരിക്കുമോ? ഏതായിരിക്കും നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കുന്നത്? ഒരു ദൈവാസം പ്രസംഗം പറയും, 99 ഗുണമുണ്ടെങ്കിലും 1 ദോഷം ഉണ്ടെങ്കിൽ ആൾക്കാർ ഏതേ പറയത്തുള്ളൂ, എന്റെ കൂടെ നിങ്ങളില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, ഈ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവര് അധികം വായിക്കത്തില്ല. അതുകൊണ്ട് ഏറ്റവും ചെറുതായിട്ട് എന്ത് ചെയ്തു. പക്ഷേ മത്തായി സുവിശേഷം എഴുതിയത് ഗ്രീക്ക് ഭാഷക്കാർക്കല്ല, മറിച്ച് യഹൂദന്മാരിൽ നിന്ന് വിശ്വസിച്ച് വന്നവരുണ്ട്. അവർക്ക് വേണ്ടി എഴുതപ്പെട്ട സുവിശേഷമാണ് മത്തായി സുവിശേഷം. ടു ദി ജ്യൂസ് അല്ലെങ്കിൽ യഹൂദന്മാരുടെ കമ്മ്യൂണിറ്റിയെ ലക്ഷ്യമിട്ടാണ്. അപ്പം ഈ യഹൂദന്മാരുടെ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത, ഇവർക്ക് ഈ പാരമ്പര്യം വലിയ പ്രാധാന്യമാണ്. ഞങ്ങൾ ഇന്ന ആളുടെ മോനാണ്, ഞങ്ങളുടെ ഇന്ന അപ്പച്ചന്റെ കൊച്ചുമോനാണ് എന്നൊക്കെ പറയുന്നതിൽ അവർക്ക് എന്താ, ഹലോ, ഞങ്ങളുടെ വീട്ടുപേര് ഇന്നതാ എന്നൊക്കെ പാസ്റ്ററെ എന്നൊക്കെ അഭിമാനത്തോടെ ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അത് പറയുന്നത് എന്താണ്, അവർക്കൊരു അഭിമാനം. ഞങ്ങള് ദൈവത്തിന് തോമാസ് ലീഗ സ്നാനപ്പെടുത്തിയതിന്റെ 14ാമത്തെ തലമുറയാന്ന് ഇന്നും ചെല്ലു പറയുന്നുണ്ട്. അതെന്താ? കാരണം അവർക്ക് എന്ത് ഇഷ്ടമാണ്. കൂടെ നിങ്ങൾ ഇല്ലെന്ന് തോന്നുന്നു. തോമാസ് ലീഗ നേരിട്ട് വന്നാണ് ഞങ്ങളുടെ അപ്പൂപ്പനെ എന്ത് ചെയ്തത്,
അപ്പം അത് പറയുന്നതിൽ അവർക്ക് എന്താ അഭിമാനം. ഇതുപോലായിരുന്നു യഹൂദന്മാർ. അവർക്ക് ഈ പാരമ്പര്യം പറയുന്നത് എന്താ? ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഈ പാരമ്പര്യം ഇത് എടുത്തെഴുതാൻ കാര്യം ക്രിസ്തു യേശു എങ്ങനെ ജനിച്ചുവെന്നും എവിടെ ജനിച്ചുവെന്നും ഏത് കുടുംബത്തിൽ ജനിച്ചുവെന്നും വെളിപ്പെടുത്താൻ എഴുതിയ സുവിശേഷമാണ്. അത് വെളിപ്പെടുത്തിയാല് യേശു മശിഹ എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ ജീനിയോളജി അല്ലെങ്കിൽ ഈ പാരമ്പര്യോട് എന്ത് ചെയ്ത് സ്തോത്രം. പാരമ്പര്യത്തിന് പ്രത്യേകിച്ച് നമ്മുടെ സഭകളിൽ പ്രാധാന്യമില്ലെങ്കിലും ഈ വംശാവലി എടുത്തെഴുതാൻ കാര്യം യഹൂദന്മാരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ അത് വളരെ ആവശ്യമായി. ഇനി നമ്മൾ വായിച്ച പൂർവ്വവാക്യത്തിൽ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുമ്പോൾ വേണം ആ ഒന്നാം വാക്യം ഒന്ന് വായിക്കാൻ. ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു. ഒന്നാമത്തെ വാക്യം, അബ്രഹാമിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. ഇത് പറഞ്ഞാണ് ആ ദൈവമനുഷ്യൻ അല്ലെങ്കിൽ മത്തായി എന്ന ദൈവമനുഷ്യൻ സ്തോത്രം സുവിശേഷം ആരംഭിക്കുന്നത്. അപ്പൊ യേശുവിന്റെ വംശാവലിയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വ്യക്തികളെ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ മെസ്സേജിലേക്ക് കയറുക. രണ്ട് വ്യക്തികളെയാണ് പരിശുദ്ധാത്മാവോട് രേഖപ്പെടുന്നത്. ഒന്ന് അബ്രഹാം, രണ്ട് ദാവീദ്. നിങ്ങളുടെ മനസ്സിലതോടെ യേശു ക്രിസ്തുവിലേക്കുള്ള കണക്ഷൻ വെളിപ്പെടുത്താൻ രണ്ട് വ്യക്തികളെയാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുന്നത്. ഒന്ന് അബ്രഹാം, രണ്ട് ദാവീദ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം ആദാം മുതൽ യേശു ക്രിസ്തു വരെ ഏകദേശം 4000 വർഷങ്ങൾ. അപ്പം ഇതിനകത്ത് ഒത്തിരി തലമുറകൾ. അപ്പം എന്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാരിലായിരുന്നു തുടങ്ങേണ്ടത്? നോർമലി യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഏത് പേരിലായിരുന്നു മനോജ തുടങ്ങണ്ടേ? ആദാമിലായിരുന്നു. പക്ഷെ ആ പേര് എഴുതിയില്ല. ഇനി കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോ നീതിമാനായ ഒരു നോഹ ഉണ്ടായിരുന്നു. അതും എഴുതിയില്ല. ആ കാലഘട്ടത്തിന് തൊട്ട് മുൻപ് ഒരു ഹാനോക്ക് ഉണ്ടായിരുന്നു. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. ആ പേരും ഫസ്റ്റ് പേര് മെൻഷൻ ചെയ്യുന്നത് എവിടെ? അബ്രഹാം. കണ്ടോ, തലമുറകൾ ഒത്തിരി. ഇനി അബ്രഹാമിനും ദാവീദിനും ഇടയ്ക്ക് ഏകദേശം 14 തലമുറകൾ. പക്ഷെ ആ തലമുറകളെയൊക്കെ സ്കിപ്പ് ചെയ്ത് അബ്രഹാം കഴിഞ്ഞ് രണ്ടാമത് എടുത്തെഴുതിയ പേര് ദാവീദ്. ദാവീദിൽ നിന്ന് ഏകദേശം 14 തലമുറകൾ. ആ തലമുറകളെയൊക്കെ സ്കിപ്പ് ചെയ്ത് യേശു ക്രിസ്തുവിനോട് എന്ത് ചെയ്തു? കണക്ട് ചെയ്യുക. അപ്പൊ ഈ രണ്ട് വ്യക്തികൾക്കും ചരിത്രത്തിൽ എന്തുണ്ടായിരുന്നു? വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഇന്ന് രാത്രി നമ്മളതാ ചിന്തിക്കാം. പല പേരുകളും വിട്ടുകളഞ്ഞു, പക്ഷെ ചില പേരുകൾ പരിശുദ്ധാത്മാവ് എടുത്തെടുത്തു. രാത്രി നമ്മുടെ ചിന്താവിഷയത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മെസ്സേജ് ഇതാണ്: ചില പേരുകൾ മനഃപൂർവ്വം ഒമിറ്റ് ചെയ്തു, പക്ഷെ ചില പേരുകൾ നിർബന്ധപൂർവ്വം എടുത്തെഴുതി. നിങ്ങൾ താഴോട്ട വംശാവലി വീട്ടിൽ പോയി വായിച്ചാൽ അർഹതയുള്ള പലരുടെയും പേര് അതിനകത്ത് വന്നില്ല. പക്ഷെ അർഹതയില്ലാത്തൊരു രാഹാബിന്റെ ഉൾപ്പെടെ പേര വംശാവലിക്കകത്ത് പരിശുദ്ധാത്മാവ് എടുത്തെഴുതി. രാത്രി ശ്രദ്ധിച്ചോണം. നമ്മൾ ആരാണെന്നുള്ളതല്ല, നമ്മൾ ദൈവവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിലയെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ സഭയെ കുറിച്ചും ചിലതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ ചില പേരുകൾ വിട്ടുപോ കളയുന്നതിൽ എന്റെ പേര് ഉണ്ടാകല്ലേ, പക്ഷെ ചില പേരുകൾ എഴുതുന്നതിൽ എന്റെ പേര് ഉണ്ടാകണം. അത് ദൈവമായുള്ള വ്യക്തിബന്ധമായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആ വംശാവലി ഞാൻ ശാന്തമായി ഇന്നലെ ഒന്ന് വായിച്ചപ്പോ എന്റെ മനസ്സ് വന്ന ചിന്ത ഇതാ: ഒരു യോഗ്യതയും ഇല്ലാത്ത ചിലരുടെ പേര് അതിനകത്ത് പരിശുദ്ധാത്മാവ് മനഃപൂർവ്വമായി എടുത്തെഴുതുവാനിടയായി തീർന്നു. കാരണം അവർ കർത്താവിന് വേണ്ടി നിന്നത്, ദൈവത്തിന് വേണ്ടി നിന്നത് സ്വർഗം വിലമതിക്കുവാനിടയായി തീർന്നു. എന്ന് വെച്ചാൽ ആദാം എന്തോ ചെറിയ ആളാണെന്നോ അബ്രഹാം എന്തോ വലിയ ആളാണെന്നോ അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ദൈവം അവരെ വാല്യൂ ചെയ്തു. സൃഷ്ടിയിൽ അവർ ഒരുപോലായിരുന്നു, പക്ഷേ അവരിൽ എന്തോ ക്വാളിറ്റി ദൈവത്തെ ആകർഷിച്ചു. എന്ന് വെച്ചാൽ യേശു ക്രിസ്തു അബ്രഹാമിന്റെ മോനാണെന്ന് പറയണമെങ്കിൽ അബ്രഹാമിനെ
കുറിച്ച് ദൈവത്തിന് എന്തുണ്ടായിരുന്നു? ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, ഒരു അഭിമാനം ഉണ്ടായിരുന്നു. ദാവീദിന്റെ പേര് മനഃപൂർവ്വം എടുത്തെഴുതിയെങ്കിൽ അതിന്റെ അർത്ഥം ദാവീദിന്റെ മകനാണ് ഞാനെന്ന് പറയാൻ അഭിമാനിച്ചു. ആര്? നമ്മുടെ കർത്താവ്. പ്രൈസ് ഗോഡ്. ഞാൻ ഈ ദിവസങ്ങൾ ശാന്തമായി ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് മനഃപൂർവ്വമായി രണ്ട് പേര് പരിശുദ്ധാത്മാവ് എടുത്തെഴുതിയത്? ആ ചിന്തകൾ നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ പോകും. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ പഠിക്കുമ്പോൾ ഒത്തിരി ക്വാളിറ്റികൾ അവരിലുണ്ടെങ്കിൽ എന്റെ മനസ്സിൽ വന്ന ഒരു 3 ക്വാളിറ്റിയെങ്കിലും ഒരാളുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാം. ഈ അബ്രഹാം എന്ന ദൈവമനുഷ്യൻ, ഒന്നാമത് പരിശുദ്ധാത്മാവ് എടുത്തെഴുതിയ പേര്. ഈ ദൈവമനുഷ്യന്റെ പേര് എന്തുകൊണ്ട് ഈ ചരിത്ര പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി? ഈ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ എബ്രായ ലേഖനത്തിൽ പറഞ്ഞ വാക്യങ്ങൾ എടുപ്പിക്കാൻ സമയമില്ല. ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു അബ്രഹാം. Abraham was called the friend of God. ദൈവത്തിന്റെ സ്നേഹിതൻ. ദാവീദിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. A man according to the heart of God was David. അപ്പോൾ രണ്ട് പ്രത്യേകതകൾ മറന്നു പോകുന്നു. ഒന്ന്, അബ്രഹാം ദൈവത്തിന്റെ ആരായിരുന്നു? സ്നേഹിതനായിരുന്നു. രണ്ട്, ദൈവത്തിന്റെ സ്തോത്രം, ദാവീദ് ദൈവത്തിന്റെ ഹൃദയ പ്രകാരമുള്ള ഒരു മനുഷ്യൻ. അപ്പം ആ ലെവലിലേക്ക് ദൈവം അവരെ വളർത്തിയെടുത്തു. അപ്പം ഒന്നാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരിക. അബ്രഹാം ആരായിരുന്നു? ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഒത്തിരി പേരുണ്ട് അല്ലേ? ചിലരെയൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല, സ്തോത്രം. പക്ഷെ അവരെന്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് വന്നിരുന്നവരായിരിക്കും. ഒരു റിക്വസ്റ്റ് അയക്കുമ്പം അത് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പറയും എന്നൊരു അഹങ്കാരിയാണെന്ന് പറയും. അതുകൊണ്ട് അത് നമ്മൾ എന്ത് ചെയ്യും? അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അവരുമായിട്ട് നമുക്ക് വലിയ പരിചയമോ വലിയ കണക്ഷനോ ബന്ധങ്ങളോ സംസാരങ്ങളോ ഒന്നും. പക്ഷെ നോക്കുമ്പോൾ പാസ്റ്ററുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ആരുണ്ട്? എന്റെ കൂടെ നിങ്ങളുണ്ടോ? ആരാ ദൈവത്തിന്റെ സ്നേഹിതൻ? നമ്മളൊന്ന് ചിന്തിക്കാൻ പോകും. എന്തുകൊണ്ട് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി? പ്രിയരെ, ഈ സഭയിൽ എത്ര പേരുണ്ടെന്നുള്ളതല്ല, ദൈവത്തിന്റെ സ്നേഹിതത ദൈവം അഭിമാനത്തോടെ പറയുന്ന ചിലർ ഇതിനകത്തുണ്ടാകും. ഈ മെസ്സേജിന്റെ ലക്ഷ്യമത. നമുക്ക് ആരാകണം എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവിന്റെ സ്നേഹിതനായി തീരുന്ന ഒരനുഭവം ഞങ്ങൾ ഉണ്ടാകണമെന്ന് എത്ര പേർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റും? ഈ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായി വളരാനുള്ള ഒരു കാരണം പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചത്, ആരാധിക്കാനുള്ള ഒരു നല്ല മനസ്സ് അബ്രഹാമിനുണ്ടായിരുന്നു. ഈ അബ്രഹാമിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി മുമ്പ് പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചൊരു കാര്യമാണ്. ചെന്നിടത്തെല്ലാം അബ്രഹാം ആദ്യം ചെയ്തത് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. അബ്രഹാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്, ചെന്നിടത്തൊക്കെയും യാഗപീഠം പണിത് ദൈവത്തെ. യാഗപീഠം എന്നുള്ളത് അന്ന് ആരാധനയ്ക്ക് നിഴലായി നിന്ന്, അവിടെയാണ് മൃഗങ്ങളെ എന്ത് ചെയ്യുന്നത്? ഈ യാഗം അർപ്പിക്കുക. അവിടെയാണ് ദൈവമായി എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ യാഗപീഠം ആരാധനയുടെ നിഴലായിരുന്നു. അപ്പൊ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, ചെന്നിടത്തൊക്കെയും യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ച ഒരു ദൈവമനുഷ്യനാണ് അബ്രഹാം എന്ന് പറയുന്നത്. അപ്പോൾ ആരാധന ദൈവം ഇത്ര വിലമതിക്കുന്ന ഒരു കാര്യമാണോ? സ്തോത്രം. ഈ ദൈവത്തെ നന്നായി ആരാധിച്ച ഒരു വ്യക്തിയായിരുന്നു ശലോമോൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് ആദ്യ സമയങ്ങൾ. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആത്മീയമായ ക്ഷീണങ്ങൾ സംഭവിച്ചെങ്കിലും ആദ്യ സമയങ്ങളിൽ രാജാവൊക്കെ ആയ സമയത്ത് ഒത്തിരി ദൈവത്തെ ആരാധിച്ച ഒരു വ്യക്തിയാണ്. ഈ ബൈബിൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ ഗിബെയോനിൽ വെച്ച് 1000 ഹോമയാഗങ്ങൾ ദൈവത്തിന് അർപ്പിച്ചു. ഒരു ദിവസം എത്ര ഹോമയാഗം? ശ്രദ്ധിച്ചേക്കണേ, 1000 ഹോമയാഗം. ഈ ഒരു ഹോമയാഗം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഊനമില്ലാത്ത ആട്ടിൻകുട്ടിയെ കണ്ടുപിടിക്കണം, അതിനെ കണ്ണമായി നുറുക്കണം, അതിന്റെ തോലുരിക്കണം, അതിനെ തീ കത്തിക്കണം. ഇങ്ങനെ 1000 ഹോമയാഗങ്ങൾ ഒരു ദിവസം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 1000 സ്തോത്രം ദൈവത്തിന് എന്ത് ചെയ്തു? നമ്മളൊരു മീറ്റിംഗിൽ എത്ര സ്തോത്രം പറയും? സാധാരണ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഒരു 2 അല്ലെങ്കിൽ 2.5 മണിക്കൂർ നീണ്ട ഒരു ആരാധന നമ്മൾ എത്ര സ്തോത്രം പറയും? നമ്മൾ എത്ര ഹല്ലേലൂയ പറയും? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഏതായാലും 1000-നടുത്ത് എത്തത്തില്ല. പക്ഷേ ഒരു ദിവസം ശലോമോൻ 1000 ഹോമയാഗം ദൈവത്തിന്. ഈ ദൈവ ആരാധന പ്രിയനായ ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ഈ ശലോമോന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്.
ആരാധന സ്ഥലത്തൊന്നും ദൈവം വന്നില്ല. പക്ഷെ അന്ന് രാത്രി ബെഡ്റൂമിൽ വന്ന് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു? കൂടെ ഉണ്ടോ സോദരൻ? ഉറങ്ങുന്ന മുറിക്കകത്ത് വന്ന് ചോദിച്ചു, വാട്ട് ഷാൽ ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് വേണ്ടി. ഇങ്ങനൊരു ചോദ്യം സത്യം പറഞ്ഞാൽ ദാവീദിനോട് പോലും ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു ദിവസം ഹോമയാഗം 1000 ഹോമയാഗം അർപ്പിച്ച വ്യക്തിയോട് ദൈവം ചോദിക്കുക, ഞാൻ നിനക്ക് എന്ന് വെച്ചാൽ എന്ത് ചോദിച്ചാലും ദൈവം എന്ത് ചെയ്യും? ആ ചോദ്യം നമ്മളോടായിരുന്നെങ്കിൽ എന്ന് ഇടയ്ക്കെങ്കിലും നമ്മളൊന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? പാസ്റ്റർ എന്നോടൊന്ന് ചോദിക്കേണ്ട സമയം സ്തോത്രം, ഞാൻ നിനക്ക് എന്റെ കൂടെ നിങ്ങളിൽ. അങ്ങനെ ദൈവം ഒരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ നമ്മുടെ ലിസ്റ്റ് എന്തൊക്കെയായിരുന്നു? എന്ത് ചെയ്തു തരണം? നമ്മൾ ആദ്യം പറയുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതകൾ എല്ലാവരും ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് മെസ്സേജ് ഒന്നും മനസ്സിലാവുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ ദൈവം വന്ന് അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുക, വാട്ട് ഷാൽ ഐ ഡു ഫോർ യു എന്ന് ചോദിച്ചാൽ അനീഷ് ഉറപ്പായിട്ടും പറയും, ഇപ്പൊ എനിക്കൊരു വേണം അല്ലേ? മറ്റുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ എന്തൊക്കെയാ പറയാൻ സാധ്യതയുള്ളത്? മിണ്ടുന്നില്ല. പക്ഷെ ഈ ശലോമോൻ ചോദിച്ചത്, കർത്താവേ, ഈ ജനത്തെ നയിക്കാനുള്ള ജ്ഞാനവും വിവേകവും. അതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് കൃപ എന്ന. അകൃപ എനിക്ക്. ഈ കൃപ ചോദിച്ചുകൊണ്ടായിരിക്കും ചോദിക്കാത്തത് കൂടെ കൊടുത്തു. നമ്മൾ ചിലപ്പോ ചോദിക്കുന്നത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. കാരണം നമ്മളെല്ലാം സെലക്റ്റീവാണ്. പക്ഷെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ചോദിക്കാത്തത് കൂടെ ദൈവ ശലോമോനെ. നമുക്ക് ഏതാ വേണ്ടേ? സെലക്റ്റീവ് ആകണോ അഥവാ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി? എന്റെ മനസ്സിൽ എപ്പോഴും തോന്നാണ്, നല്ല പോലെ മനസ്സറിഞ്ഞ് ആരാധിക്കുന്നവരെ ദൈവം എങ്ങനെ ഉയർത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കത് പറയാൻ പറ്റില്ല. കാരണം അത് ദൈവത്തിന്റെ അളവുകോല. ഞാൻ നിനക്ക് എന്ത് ചെയ്തതാണ് എന്ന് വെച്ചാൽ ആരാധന ദൈവത്തിന് എന്തായി മാറി? സ്തോത്രം, സ്തോത്രം. ഞാൻ സഭയോട് പറയട്ടെ, അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാകാൻ കാര്യം മനസ്സ് തുറന്ന് മനസ്സറിഞ്ഞ് ഏത് സാഹചര്യങ്ങളിലും ദൈവത്തെ 25 വർഷം ഒരു വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നിട്ടും യാഗപീഠത്തിന് മുൻപിലുള്ള ആരാധന നിന്നില്ല, പ്രാർത്ഥന നിന്നില്ല, ദൈവമായുള്ള ബന്ധം എന്ത് ചെയ്യുന്നില്ല. രാത്രി ദൈവമക്കളോട് പറയട്ടെ, ഏതവസ്ഥയിലും ദൈവത്തെ ആരാധിക്കണം, ആരാധിക്കണം. ഈ ദാവീദിന്റെ ഒരു ക്വാളിറ്റി അത് തന്നെയാണ്, എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന ഒരാൾ. 34 സങ്കീർത്തനം 1-ാം വാക്യം നമുക്ക് കാണാതറിയാം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും. ഈ നല്ലപോലെ ആരാധിച്ച എക്സാമ്പിളുകൾ എടുക്കുമ്പോൾ അതിൽ നല്ലൊരു എക്സാമ്പിൾ ദാവീദ് എന്ന് പറയുന്നത്, പഞ്ഞിനൂലങ്കി ധരിച്ച് പെട്ടകത്തിന്റെ മുൻപിൽ നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിച്ചു. അത് ഭയങ്കര ഒരു ആരാധന എന്ന് വെച്ചാൽ ഇസ്രായേൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, യെരൂശലേം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നൃത്തം ചെയ്ത ഒരു രാജാവ്, ഉന്നതനായ ഒരു വ്യക്തി ഇങ്ങനെ ആരാധിക്കുമോ? ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കണം, ഈ ആരാധനയുടെ മഹത്വം കണ്ടപ്പോ മീകണ്ണ് തോന്നി, ഇതൊരല്പം കൂടുതലല്ലേ, ഇത്രയും വേണോ, ഇത്രയും വേണോ, ഇത്രയും വേണോ? പക്ഷെ ദാവീദ് അതിന് പറഞ്ഞ മറുപടി, എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന, എന്നെ ഇത്രത്തോളം ഉയർത്തിയ, കാട്ടിൽ നിന്ന് എന്നെ വലിച്ചെടുത്ത് രാജസ്ഥാനത്താക്കി എന്നെ ആദരിച്ച ഒരു ദൈവത്തെ ഞാൻ എങ്ങനെ. സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ എത്ര സ്തോത്രം പറയണമെന്നോ, നമ്മൾ എത്ര കൈയടിക്കണമെന്നോ മുന്നിൽ നിൽക്കുന്ന പാസ്റ്ററോ കൊയറോ ഒന്നും അല്ല പറയുന്നത്, അത് നമ്മുടെ മനസ്സാണ്. നിങ്ങൾ എത്ര കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹം, ലിമിറ്റ് ഇല്ലാതെ, മറയില്ലാതെ. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ ദൈവമേ, എനിക്ക് എങ്ങനെ ദൈവത്തെ റെസ്പെക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, എനിക്ക് എങ്ങനെ ദൈവത്തെ ഉയർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആ നിലവാരത്തിൽ എന്റെ മനസ്സിനെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കണമേ. ഞാൻ ചിലപ്പോ ഒക്കെ ചിന്തിക്കാറുണ്ട്, ഈ വളരെ സ്നേഹമുള്ള ഒരു വർഗമാണ് നായ്ക്കൾ എന്ന് പറയുന്നത് അല്ലേ. ഇതിങ്ങനെ വാലാട്ടിക്കൊണ്ടിരിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ ചോദിക്കാറുണ്ട്, ഇത്രയും വാലാട്ടേണ്ട കാര്യം നിങ്ങളിവിടെ അതിങ്ങനെ. അപ്പം 1 അല്ല 2 3 ചെയ്താ പോരെ? എന്തിനാ ഇത് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിലപ്പം നാക്കും. തനിക്ക് സ്നേഹിക്കുന്നവരെ കാണുമ്പോൾ എന്ത് ചെയ്യും?
ചിലപ്പോ മടി ചാടി കയറും. ഹലോ, ആ വികാരം അതെന്ത് ചെയ്യും? ഈ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം. അത് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? എനിക്കൊന്ന് സഹോദരിമാർക്ക് ഇച്ചിരി കൂടെ കൃപ ദൈവം അതിന് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ. ഏറ്റവും കൂടുതൽ കരയുന്ന ആരാ? സഹോദരിമാര്. ഏറ്റവും കൂടുതൽ സ്വോത്രം പറയുന്ന ആരാ? അവരാ നമ്മുടെ ജീവൻ കേട്ടോ. എവിടെയെങ്കിലും ചെന്നാലും ഒരു 10 സ്വോത്രം പറയുന്ന അതുങ്ങളാ. ഒരിക്കലും പറക്കാൻ പറ്റത്തില്ല. കൂടുതൽ സ്വോത്രം പറയുന്ന ആരാ? ഏറ്റവും കൂടുതൽ കൈയടിക്കുന്ന ആരാ? അവര് പറയുന്നില്ല, നിങ്ങളെങ്കിലും പറ അല്ലേ? കാരണം ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നവരാണ് ആര്? പക്ഷെ സഹോദരന്മാര് ഇച്ചിരി മസിലൊക്കെ പിടിച്ച് നമ്മൾ അങ്ങനെ ആണുങ്ങളാണെന്നുള്ള ഒരു ചിന്തയിലാണ് പലപ്പോഴും. ഹലോ, പക്ഷെ ഇമോഷൻ ഒന്നും നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ എന്ത് ചെയ്യരുത്? പിടിച്ചു വെക്കരുത്. ഇവിടെ അതിനുള്ള ലിമിറ്റേഷൻ ഇല്ല. ദൈവത്തോട് എങ്ങനെ ആ സ്നേഹം പ്രകടിപ്പിക്കണം? ആ സ്നേഹം പ്രകടിപ്പിക്കണം. സ്നേഹിതനാകണമെങ്കിൽ ആ സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം? ഓ രക്തത്താൽ ഇന്ന് രാത്രി സഭയോട് ഞാൻ പറയുക, ദൈവത്തിന് നമ്മുടെ അകത്തുള്ള കർത്താവിനുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കണമെന്നേ. അത് ആരാധനയിൽ പ്രകടിപ്പിക്കണം, അത് വചന ശുശ്രൂഷയിൽ പ്രകടിപ്പിക്കണം, ദൈവത്തിന്റെ ജോലിയിൽ അത് പ്രകടിപ്പിക്കണം. നമ്മൾ എവിടെയൊക്കെ പോകുന്നു, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന ബോധ്യത്തോടെ ആ സ്നേഹം നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഒരു പ്രൈസലോട് പറയുമ്പോൾ അത് കേൾക്കുന്ന അകത്തും ആളുടെ അകത്തും ഒരു സന്തോഷം ഉണരണം. അങ്ങനെ എക്സ്പ്രസ് ചെയ്ത പ്രകടിപ്പിച്ച ആരാധനയിൽ മുന്നിട്ട് നിന്നൊരു ദൈവമനുഷ്യനാണ് ഈ അബ്രഹാം. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാകാൻ കാര്യം ചെന്നിടത്തൊക്കെയും യാഗപീഠം പണിത് ദൈവത്തെ ചെയ്യുന്നു. ഈ അബ്രഹാമിന്റെ മറ്റൊരു പ്രത്യേകത പഠിച്ചപ്പോൾ ഒരിക്കൽ നിലം വരെ കുനിഞ്ഞാണ് ദൂതന്മാരെ എന്ത് ചെയ്തത്? ബഹുമാനിക്കാൻ അറിയാം, റെസ്പെക്ട് ചെയ്യാൻ അറിയാം. അബ്രഹാമിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ദൈവം ശ്രദ്ധിച്ചത്, ഈ ഒരിക്കൽ വെയിൽ ഉറച്ച സമയത്ത് 3 പുരുഷന്മാർ ഭവനത്തിൽ കയറി വന്നത്. ഈ പിന്നീട് ലേഖനം എഴുതിയ പൗലോസ് പറയുന്നത് അവർ ദൂതന്മാരാണെന്നോ ദൈവമാണെന്നോ അറിയാതാണ് എന്ത് ചെയ്തത്? സ്തോത്രം. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാം പ്രകടിപ്പിച്ച മൾട്ടി മില്യണിയർ ആയ വളരെ ഉന്നത സമ്പത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ നിലം വരെയും കുനിഞ്ഞവരെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ he was humble in heart. ഹൃദയത്തിൽ താഴ്മയുള്ള ഒരു മനുഷ്യനായിരുന്നത്. എല്ലാവരും ഇവിടെ ഉണ്ടോ? മറ്റുള്ളവരെ ബഹുമാനിക്കണം, ദൈവത്തെയും ബഹുമാനിക്കണം. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ദൈവത്തെ മാത്രം ബഹുമാനിച്ചാൽ മതി, പോരാ, മറ്റുള്ളവരെയും നമ്മൾ എന്ത് ചെയ്യണം? അത് എളുപ്പമാണോ? ഇടയ്ക്ക് വന്ന ഒരു തെറ്റിദ്ധാരണയാണ്, നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടല്ലോ, പോരെന്നേ, മറ്റുള്ളവരെ നമ്മള് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ അവരെ വഴക്ക് പറയും, ശിക്ഷിക്കും, ശാസിക്കുമെങ്കിലും എന്റെ മനസ്സിലുള്ള ചിന്ത ഇതെല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണ് അല്ലേ? ദൈവത്തിന് അവരെ കുറിച്ച് എന്തുണ്ട്? എന്റെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ബഹുമാനിക്കാറുണ്ടോ? നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ബഹുമാനിക്കാറുണ്ടോ? ഇത്രയും നേരം വന്ന സന്തോഷം. പ്രിയരെ, വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ദൈവത്തെ മാത്രം ബഹുമാനിച്ചാൽ പോരാ, അതൊരു അബദ്ധധാരണയാണ്. റെസ്പെക്ട് ചെയ്യണം, ആദരിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അഭിഷേകമാണ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതും അതാണ്. ഈ അബ്രഹാമിന്റെ ഹംബിൾനെസ്, താഴ്മ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. 3 പുരുഷന്മാർ ഭവനത്തിൽ വന്നപ്പോൾ നിലം വരെ കുനിഞ്ഞവരെ ആരാധിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അതേ മനുഷ്യൻ എന്ത് ചെയ്തു?
ദൈവമെന്നറിയാൻ അല്ലെങ്കിൽ ദൂതന്മാരെന്നറിയാതാണ് എന്ത് ചെയ്തത്. അപ്പൊ എന്റെ ചിന്ത അറിഞ്ഞിരുന്നെങ്കിലോ ഹല്ലേലൂയ. പ്രിയരെ, പലപ്പോഴും പിശാച് ജയമെടുക്കുന്ന ഒരു മേഖല മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് അറിയില്ല. സ്തോത്രം. അത് നെഗ്ലക്ട് ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആരോടായിരിക്കും? ഭാര്യയോട്. നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന. പക്ഷെ എന്തെങ്കിലും അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടോ? ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? തോളിത്തട്ടി ഒന്ന് അഭിനന്ദിച്ചിട്ടുണ്ടോ? പ്രസംഗം മാറ്റത്തില്ല. മോഹഭാവം എത്ര മാറിയാൽ എന്തെങ്കിലും തോളത്തട്ടി നിങ്ങളൊന്ന് അഭിനന്ദിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണേ, നിങ്ങളൊരു ആത്മീയനല്ല. ആത്മീയത ആരാധനയിൽ മാത്രമല്ല വെളിപ്പെടുത്തണം, കുടുംബത്തിൽ വെളിപ്പെടുത്തണം, ജോലി ചെയ്യുന്നിടത്ത് വെളിപ്പെടുത്തണം. എന്റെ കൂടെ നിങ്ങളുണ്ടോ? ഹോണർ എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്. ആ ബഹുമാനം നമ്മൾ അവർക്ക് കൊടുക്കണം. ആർക്കൊക്കെ ആ ബഹുമാനം കൊടുക്കണം അവരെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് രാത്രിയിൽ ഈ വിഷയത്തിൽ ഒരു ആത്മീയ വിടുതൽ സഭയ്ക്കകത്തുണ്ടാകും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എന്റെ മുഖം ഓർക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്റെ മുഖം ഓർക്കുമ്പോൾ എന്റെ ഒരു വിശ്വാസിയുടെ മുഖം ക്ഷീണിക്കാൻ പാടില്ല. ആ ദൈവദാസൻ എനിക്ക് ആരോ ആണെന്ന അഭിമാനം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, 16 വർഷത്തെ ശുശ്രൂഷ ഒത്തിരി ആളുകളെ 5 സഭകളിൽ ചില മുഖങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് പേടിയാണ്. അയ്യോ, അത്രയും വർഷം നമ്മൾ അവിടെ ഇരുന്നല്ലോ. ചില ഓർക്കുമ്പോൾ നമുക്കൊരു ഭയമാണ്. പക്ഷെ ചില ദൈവമക്കളെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്ക് അവർക്ക് വേണ്ടി ഇവിടെ സ്തോത്രം ചെയ്യും. അവരൊക്കെ നമുക്കൊരു ബലമായിരുന്നു, ഒരു ആശ്വാസമായിരുന്നു. നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. ഞാനിങ്ങനെ പറയുന്ന ഇഷ്ടമാണ്. ദൈവത്തെ മാത്രം ആദരിച്ചാൽ പോരാ, ദൈവത്തെ മാത്രം ഹോണർ ചെയ്താൽ പോരാ. മറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ഇന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്കതൊരു അഭിമാനമായി മാറും. പ്രിയരെ, അതിനെവിടെങ്കിലും വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ദൈവത്തോട് പറയണം, സ്നേഹിതനാകണമെന്ന്, ദൈവത്തിന്റെ കൂട്ടുവേലക്കാരനാകണമെന്ന് നമ്മൾ അതിന് ദൈവസന്നിധിയിൽ വില കൊടുത്തേ. 2, മറ്റുള്ളവരുടെ മുൻപിൽ ഈ വിനയം അല്ലെങ്കിൽ താഴ്മ എന്നുള്ള വാക്കിനൊരു അർത്ഥം ദൈവം പഠിച്ചു. മറ്റൊരാളെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് സംസാരിക്കരുത്, കളിയാക്കി സംസാരിക്കരുത്. അത് പാപമാണ്. ആത്മീക തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, പക്ഷെ ഒരാളെ ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കരുത്. പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാരുടെ ഒരു കഴിവുകേടുകളും ഒരൊറ്റയാളുടെ മുമ്പിൽ പറഞ്ഞ് രസിക്കരുത്. അത് പാപമാണ്. പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഒരു കഴിവുകേടും ഒരൊറ്റയാളുടെ മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്. അന്തരീക്ഷം പോയോ? ആരാകാന ദൈവത്തിന്റെ 6 മാസം മുമ്പ് കണ്ട സ്നേഹം എപ്പോഴും ഉണ്ടോ? ഒരു മനുഷ്യനെയും കളിയാക്കി അപമാനിച്ച് സംസാരിക്കരുത്.
തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താം, ക്രമീകരണം വരുത്തേണ്ടത് വരുത്താം. പക്ഷെ റെസ്പെക്ട് ചെയ്യേണ്ടവരെ ആദരിക്കണം. കുടുംബത്തിനകത്തും പുറത്തും നമ്മൾ ആ സ്വഭാവം പാലിക്കുന്നവരാണ്. രക്തത്താൽ ജയമെടുക്കുക. ഈ അബ്രഹാമിനെ കുറിച്ച് എഴുതിയ ഒരു വാക്കുകൾ, ഒരു വ്യക്തിയെയും അപമാനിച്ച് നമ്മൾ എന്ത് ചെയ്തില്ല. ദർശനം വിട്ടുപോയ ലോത്തിനെയോ, സ്തോത്രം, ദൈവത്തിന്റെ ദൂത് കേട്ടിരുന്ന് ചിരിച്ച സാറായിയോ കളിയാക്കിയ ഒരു വാക്ക് പോലും നമ്മൾ ബൈബിളിൽ എന്ത് ചെയ്യുന്നില്ല. കാരണം he was a man of humility. ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ ആദരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മൂന്നാമത്തെ ഒരു ക്വാളിറ്റി പരിശുദ്ധാത്മാവിനെ ചിന്തിപ്പിച്ചത്, ദർശനത്തോട് നീതി പുലർത്തി ജീവിച്ച ഒരു മനുഷ്യനാണ് അബ്രഹാം. നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്, ആഴിയം നോർത്തില്ല, ആഴം അറിഞ്ഞില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൽ നടുവിൽ നിന്റെ വിളി കേട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഗൂഗിൾ മാപ്പ് ഇല്ലാതിരുന്ന ഒരു കാലത്ത്, വീഡിയോകളോ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ സ്തോത്രം അറിവുകളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ദൈവത്തിന്റെ വാക്ക് കേട്ട് ആ വാക്കനുസരിച്ച് അബ്രഹാം എന്ന ദൈവ മനുഷ്യൻ ഇറങ്ങിത്തീരുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. ഇറങ്ങിത്തീരുമ്പോഴും കൂടാരം അടിച്ച് ഓരോ കൂടാരങ്ങളിൽ പാർത്ത് വാഗ്ദത്തമായ പാലും തേനും ഒഴുകുന്ന യെരൂശലേം എന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും ആ മനുഷ്യന്റെ അകത്ത് മറ്റൊരു പ്രത്യാശ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരത്തിന് വേണ്ടി അബ്രഹാം എന്ത് ചെയ്തു? എനിക്ക് തോന്നിയ ഒരു കാര്യം, ദൈവത്തെ 100% അബ്രഹാമിന് വിശ്വാസമായിരുന്നു. 100% അബ്രഹാമിന്. റോമാലേഖനം ഒന്നെടുത്ത് ഒരു തെളിവ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ തരാം. 4-ാം അധ്യായം എടുത്താണ് റോമാലേഖനം. അതിന്റെ 4-ാം അധ്യായത്തിലെ ഒരു 1-2 വാക്യങ്ങൾ മാത്രം നിങ്ങളെ ഞാൻ അതിനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ദൈവത്തിൽ അടിയുറച്ചൊരു വിശ്വാസമുള്ള ഒരു ദൈവമനുഷ്യനായിരുന്നു അബ്രഹാം. റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു. 18 മുതൽ റോമൻസ് ചാപ്റ്റർ 4 വേഴ്സ് 18 and the following verses. നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. ആ വാക്ക് അണ്ടർലൈൻ ചെയ്തോണം. ആശയ്ക്ക് വിരോധമായി. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കണ്ടോ, നല്ലൊരു ക്വാളിറ്റി. അത് അണ്ടർലൈൻ ചെയ്യണം. വിശ്വാസത്തിൽ. അടുത്ത വാക്യം ഒന്ന് വായിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. 21 കൂടെ ഒന്ന് വായിച്ച് നമുക്ക് നിർത്താം. അവൻ വാഗ്ദത്തം ചെയ്തതും പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. എന്റെ ചിന്ത പൂർണ്ണമായി ഉറച്ചു. ആ വാക്കിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അബ്രഹാമിന് ദൈവത്തെ 100% വിശ്വാസം. 99 അല്ല എന്ന് വെച്ചാൽ, അതുകൊണ്ടാ പൗലോസ് ആ വാക്ക് എടുത്തെഴുതിയത് പൂർണ്ണമായി. ഈ വിശ്വാസം നമ്മളിൽ ഉണ്ടാകും. ഭാഗികമായ വിശ്വാസമല്ല. വിശ്വാസത്തിൽ ക്ഷീണിക്കേണ്ട മേഖലകൾ ഉണ്ടായിട്ടും ഗർഭപാത്രം നിർജീവമെന്നറിഞ്ഞിട്ടും. ഇന്ന് രാത്രി ചിലരോട് ദൈവത്തിന്റെ ആത്മ പറയാം, ഗർഭപാത്രം നിർജീവമെന്നറിഞ്ഞിട്ടും വിശ്വാസത്തിൽ. പ്രിയരെ, നമ്മെ ഉറപ്പിക്കുന്ന ഒരു കരം ഇവിടെയുണ്ട്. നമ്മെ ശക്തീകരിക്കുന്ന ഒരു കരം ഇവിടെയുണ്ട്. വിശ്വാസത്തിൽ എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. പറഞ്ഞു, വിശ്വാസത്തിൽ എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. ഒന്നുകൂടെ പറഞ്ഞു, വിശ്വാസത്തിൽ എന്ത് ചെയ്യരുത്? സ്വന്തം. ഈ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ ഇത് നമ്മളോടുള്ള ദൈവത്തിന്റെ ഒരു നിയോഗമാണ്. ആശയ്ക്കെതിരെ ആശയോടെ എന്ന് വെച്ചാൽ ആശിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല, എന്നിട്ട് കൂടി ആ ആശയ്ക്ക് വിരോധമായി ആശയോടെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഹൃദയത്തിനകത്തുള്ള നിരാശകളെ അതിജീവിച്ച് അതിനകത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തിൽ അബ്രഹാം എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, അബ്രഹാമിന് വിശ്വസിക്കാൻ മുമ്പ് ഇങ്ങനെയുള്ള എക്സാമ്പിൾ അബ്രഹാം കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ 25 വർഷം കാത്തിരുന്നിട്ട് ഒരു വാഗ്ദത്തം കിട്ടിയത് അബ്രഹാം കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഭാഷ പറഞ്ഞ പെന്തക്കോസ്തിലെ ആദ്യ തലമുറ
ആര്? അന്ന് എന്റെ കൂടെ നിങ്ങളുണ്ടോ? അവർ അത്ഭുതങ്ങൾ കണ്ടു വന്നതല്ല, അവർ അടയാളങ്ങൾ കണ്ടു വന്നതല്ല. പക്ഷെ അവർ വന്നപ്പോ ദൈവം അവരെ ഒരു അത്ഭുതമാക്കി. ഇപ്പൊ നമുക്ക് വിശ്വാസത്തിൽ ധൈര്യപ്പെടാൻ ഒരു അബ്രഹാം ഉണ്ട്, നമുക്ക് ധൈര്യപ്പെടാൻ ഒരു ദാവീദുണ്ട്. എന്റെ കൂടെ നിങ്ങളുണ്ടോ? നമുക്ക് വിശ്വസിക്കാൻ ഒരു കർത്താവുണ്ട്, നമുക്ക് ബലപ്പെടാൻ ഒരു പൗലോസ് ഉണ്ട്. അബ്രഹാമിന് ബലപ്പെടാൻ ആരുണ്ടായിരുന്നു? ഹലോ, ചൊവ്വാഴ്ച മെസ്സേജ് ഉണ്ടായിരുന്നു അബ്രഹാമിന്. വെള്ളിയാഴ്ച ഒരു ദൂത് കേട്ട് ബലപ്പെടാൻ പറ്റുമായിരുന്നു? പോട്ടെ, യൂട്യൂബിൽ ഒരു വീഡിയോ എങ്കിലും. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇവിടെ സിജോയും ഷാജിയും ഒക്കെ ഇടുന്നോണ്ട് അറ്റ്ലീസ്റ്റ് 10 പേരെങ്കിലും എന്ത് ചെയ്യും? അത് കേൾക്കും. പക്ഷെ അബ്രഹാമിന് അങ്ങനെ ഒരു പ്രിവിലേജ് പോലും. ഒരു യൂട്യൂബിലെ പാട്ട് കേട്ട് ബലപ്പെടാനും നമുക്ക് ഇത്ര ഉണ്ടായിട്ടും ഏത് ടൈപ്പ് വേണം? സ്ലോ വേണോ, ഫാസ്റ്റ് വേണോ, ഉണർവ് വേണോ, ബൈബിൾ സ്റ്റഡി വേണോ, എന്നിട്ട് ഒരു ചിരി പോലും മുഖത്ത്. ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഏത് ടൈപ്പ് മെസ്സേജ് നിങ്ങളുണ്ടോ? സ്ലോ വേണ്ടവർക്ക് എന്നെ കൂടെ നിങ്ങളില്ല, ഫാസ്റ്റ് വേണ്ടവർക്ക്, ഉണർവ് ഇഷ്ടമുള്ളവർക്ക്, ബൈബിൾ സ്റ്റഡി, നമുക്ക് ഏത് ടൈപ്പ് വെറൈറ്റി. എന്നിട്ട് നമുക്കൊരു ആവേശം. ഈ പ്രിവിലേജ് ഒന്നും ആർക്കില്ലായിരുന്നു. ഒരു വാക്ക് പറഞ്ഞ് ബലപ്പെടുത്താൻ. എന്നിട്ടും ആശയ്ക്കെതിരായി ആ മനുഷ്യനെ സ്നേഹിതനെന്ന് വിളിച്ചില്ല, പിന്നെ ആരെ വിളിക്കാനല്ല? ആരെ കണ്ടല്ലേ ഇറങ്ങിയത്? ആരും വിശ്വസിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞ് ബലപ്പെട്ടിറങ്ങിയ ആളല്ല അബ്രഹാം. ഒന്നും കാണാതെ ആരെ മാത്രം നോക്കി ഇറങ്ങി. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവിൽ പറയാം, ചിലത് കണ്ടല്ല വിശ്വസിക്കേണ്ടത്. അഗാധമായ വിശ്വാസം ഇന്ന് രാത്രി ചില ഹൃദയങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് പകരട്ടെ. എനിക്ക് വിശ്വസിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 16 വർഷത്തെ കൊച്ചു ശുശ്രൂഷ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവമക്കളുടെ ഇടയിൽ നടക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടല്ല അബ്രഹാം ഇറങ്ങിയത്. എനിക്ക് പറയാൻ സാക്ഷ്യങ്ങളോട് ഇന്ന സഭയിൽ ഇരുന്നപ്പോ ദൈവം ഇന്നത് ചെയ്തു, ഇന്ന സഭയിൽ ഇരുന്നപ്പോ ഇന്ന ദൈവങ്ങളോട് ഇന്നത് ചെയ്തു. എനിക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും അബ്രഹാമിനില്ലായിരുന്നു. ഇല്ലായിരുന്നിട്ട് കൂടി വിശ്വാസത്തിൽ സംശയിക്കാതെ ആത്മാവിൽ ബലപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. രക്തത്താൽ ജയമെടുക്കുക, രക്തത്താൽ ജയമെടുക്കുക. 22ാം വാക്യം കൂടെ എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. കാരണം ഈ വാക്യങ്ങളെല്ലാം സംക്ഷിപ്തമാണ്, അല്ലെങ്കിൽ സിനോപ്സിസ് ആണ്. വേഴ്സ് 22. 22ാം വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. കണ്ടോ, ഈ വാക്യങ്ങളെല്ലാം ആകത്തുക പരിശുദ്ധാത്മാവ് എഴുതുക. ഇതുകൊണ്ട്, ഏതുകൊണ്ട്? ഈ നമ്മൾ വായിച്ച ഇത്രയും വാക്യങ്ങളിനകത്ത് അടർത്തിയെടുത്ത വാക്കുകൾ കാരണം അത് അബ്രഹാമിന് എന്തായി കണക്കിട്ടു? രക്തത്താൽ ജയമെടുക്കുക. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? It was credited to him as righteousness. നീതിയായി. ചിലരോട് പറയട്ടെ, തണുത്തു പോകരുത്, സംശയിക്കരുത്. വിളിച്ച ഒരാളുണ്ട്, ഇവിടെ കൊണ്ടുവന്ന ഒരാളുണ്ട്, നിന്നെ കുറിച്ചൊരു പദ്ധതി ഇട്ട ആളുണ്ട്. ഏത് പ്രതികൂലങ്ങളുടെ മുൻപിലും ഇന്ന് രാത്രി പറ, പിശാച് നിരാശ എന്റെ അകത്ത് വിതയ്ക്കുമ്പോഴും ആശയ്ക്കെതിരായി ആശയോടെ ദൈവത്തെ വിശ്വസിക്കാനുള്ള ഒരു തന്റെ ഇടം ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിനകത്ത് പകരണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഈ വർഷം ചില നീതികൾ വെളിപ്പെടുന്നത് ആ വിശ്വാസത്തിന്റെ പിന്നിലായിരിക്കും. ഈ വർഷം ചില നീതികൾ, ചില ഭവനങ്ങൾ വെളിപ്പെടുന്നത് അതിന്റെ പിന്നിൽ ദൈവ മഹത്വം കൊടുത്ത ഒരു തലമുറയെ നോക്കി മാത്രമായിരിക്കും. രക്തത്താൽ ജയമെടുക്കുക. അബ്രഹാമിന്റെ 3 ക്വാളിറ്റികൾ ഞാൻ നിങ്ങളെ ഓർമ്മിച്ചു. ഒന്ന് നമുക്ക് അതൊന്ന് തിരിച്ചെടുക്കാം. ഒന്നാമത്തെ ക്വാളിറ്റി നമ്മൾ പറഞ്ഞത്, അബ്രഹാം ദൈവത്തെ, അബ്രഹാം സ്നേഹിതനാകാനുള്ള 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, അബ്രഹാം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു. ചെന്നിടത്തൊക്കെയും യാഗപീഠം പണിത്, ഈ വെള്ളിയാഴ്ച മുതൽ
നമ്മൾ എന്ത് ചെയ്യണം? മനസ്സ് തുറന്ന്. പൊടിക്കുഞ്ഞുങ്ങൾ ഉള്ള മാതാപിതാക്കൾ ബാക്കി എല്ലാവരും മനസ്സ് തുറന്ന ദൈവത്തെ, എത്ര ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? നമ്മളെ കണ്ട് മറ്റുള്ളവരും ദൈവത്തെ, നമ്മുടെ ആരാധന കണ്ട് അടുത്തിരിക്കുന്ന ആൾ ഒരു കൈയെങ്കിലും അടിക്കണം, ഒരു സ്തോത്രമെങ്കിലും പറയണം. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകം മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യണം? അബ്രഹാം ദൈവത്തെ ആരാധിച്ചു. അത് നീതിയായി കണക്കിട്ടു. ആരാധിക്കുന്നതിൽ മടുത്തു പോകരുത്. രണ്ടാമത്തെ ക്വാളിറ്റി ഞാൻ ഓർപ്പിച്ചത്, അബ്രഹാം താഴ്മയുള്ള മനസ്സിനുടമയായിരുന്നു. മറ്റുള്ളവരെ ആദരിക്കുന്നതിൽ, ദൈവത്തെ ബഹുമാനിക്കുന്നതിൽ മുഖ്യ സ്ഥാനം കൊടുത്ത ഒരു വ്യക്തിയാണ് അബ്രഹാം. ദൈവത്തിന്റെ സ്തോത്രം. അതിന് വാഗ്ദത്തം നടന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ലായിരുന്നു. പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അബ്രഹാമിന് വിഷയമല്ല. പക്ഷെ ബഹുമാനിക്കേണ്ടത് പോലെ മറ്റുള്ളവരെ എന്ത് ചെയ്തു? ഈ ശാലേം രാജാവിന്റെ അടുത്ത് ചെന്നപ്പം അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാണ്. അബ്രഹാമിന്റെ ക്വാളിറ്റി അത്ര തന്നെ. ഈ സഭയ്ക്ക് നമ്മൾ ആരാകണം? നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മൾ ആരാകണം? രണ്ടാമത്തെ നമ്മൾ ഇച്ചിരി നിരാശ വന്നായിരുന്നു എങ്കിലും സ്വതന്ത്രം ഈ പറയുന്ന ദൂത് മറക്കരുത്. നമ്മുടെ സഭയ്ക്കകത്ത് നമ്മളൊരു പ്രഭുവാകണം. നമ്മുടെ ഭവനത്തിനകത്ത് നമ്മളൊരു പ്രഭുവാകണം. സന്തോഷമുള്ളത് ചിരിച്ചു. എനിക്കൊരു ആശ്വാസം പോകുമ്പോൾ വിഷമമൊന്നുമില്ലേ. നമ്മൾ ആരാകണം? പ്രഭുവായി മാറണം. നമ്മുടെ മുഖം ഓർക്കുമ്പോൾ ആർക്കൊരു ഞെട്ടലുണ്ടായിരുന്നു. വീട്ടിനകത്തായാലും പുറത്തായാലും അപ്പൊ നമ്മളെ ഓർക്കുമ്പോ എന്തുണ്ടാകണം? യുവാട് ആ സഹോദരി അല്ല ആ സഹോദരൻ അല്ലെങ്കിൽ ഇന്ന വ്യക്തി അനുഗ്രഹമാണ്. പറയണോ? വേണോ? രണ്ടുപേരെ പറഞ്ഞോളൂ. വേണോ? നമ്മുടെ ഓഫീസിനകത്ത് നമ്മളെ കാണുമ്പോൾ ഇതൊരു ദൈവ പൈതലാണെന്ന് മറ്റുള്ളവർ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നവരായി. ഒന്ന്, അബ്രഹാം 100% ദൈവത്തെ വിശ്വസിച്ചവരാണ്. ഈ 3 ക്വാളിറ്റിയുള്ള മനുഷ്യനെ വചനം വിളിച്ചു, ഹി ഈസ് ദ ഫ്രണ്ട് ഓഫ് ഗോഡ്. പ്രിയരെ, വംശാവലിക്കകത്ത് പേരിടാൻ കാര്യം ദൈവം ബഹുമാനിച്ച ഒരു വ്യക്തിയാണ്. എന്റെ പേര് അതിനകത്ത് വേണ്ടേ? ജീവന്റെ പുസ്തകത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട ഒരു പേരായി. ഈ മെസ്സേജ് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ ആഗ്രഹം ഇതിനകത്തുള്ള ഓരോ വ്യക്തിയും ദൈവത്തിന് പ്രിയരായി മാറണം. They should become dear to God. എല്ലാ കണ്ണുകളും അടച്ചു ഒരു നിമിഷം ദൈവത്തോട്. ഞാൻ അതിന്റെ 2ാം ഭാഗം എടുത്തില്ല. അത് പിന്നീട് ഒരു ദിവസം ദൈവം അനുവദിച്ചാൽ നമുക്ക് ചിന്തിക്കാം. ദാവീദിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ല. പക്ഷെ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിയും. പ്രിയരെ, ആ ഒരു പദവി എനിക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവേ, മറ്റുള്ളവരുടെ മുൻപിൽ ഒരു പ്രഭുവായി, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി, 100% ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായി, എനിക്ക് ചിലത് നീതിയായി ദൈവം കണക്കിടുന്ന ഒരു വർഷമായി ഈ 2026 മാറ്റണമെന്ന് എത്ര പേർക്ക് ആത്മാർത്ഥമായി ഇന്ന് രാത്രി ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും? യേശുവിന്റെ നാമത്തിൽ പിശാച് കെട്ടിവച്ച ചില നുകങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. ആ നിലവാരത്തിലേക്ക് വളരാൻ കഴിയാതെ, ഉയരാൻ കഴിയാതെ ഇതിനകത്ത് ചില നുകങ്ങളിട്ട് പിശാച് കെട്ടിവച്ച ചില കുരുക്കുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറി ദൈവത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച്, വചനത്താൽ വിടുവിക്കപ്പെട്ട്, ആത്മാവിനാൽ സ്വതന്ത്രരാക്കപ്പെട്ട്, ദൈവത്തിന് ഉപയോഗമുള്ളവരായി, ദൈവം സ്നേഹിക്കുന്നവരായി, ദൈവത്തിന്റെ ഒരു സ്നേഹിതനായി കർത്താവേ ഞങ്ങളെ വളർത്തിയെടുക്കണമെന്ന് എത്ര പേർക്ക് രാത്രി പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ. എല്ലാം മറന്ന് ദൈവത്തെ ഉയർത്തുവാനുള്ള ഒരു വലിയ 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 താല്പര്യം ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ പകരണം. മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ്. ഞങ്ങളുടെ വിശ്വാസം ഒട്ടും ചോർന്നു പോകാമോ? ഞങ്ങളുടെ സ്നേഹിതരെന്ന് പേർ പറയപ്പെടുവാൻ ഞങ്ങളെ ഞങ്ങളുടെ തലങ്ങളെ ഏൽപ്പിക്കുന്നു. എത്ര പേർക്ക് സമർപ്പിക്കുന്നു? ദൈവത്തിന്റെ ഒരു സ്നേഹിതനായി മാറാനുള്ള ഒരു ആഹ്വാനം ഇന്ന് രാത്രി കർത്താവ് നമുക്ക് നൽകിയാണ്. നമ്മുടെ പേര് സ്വർഗം വിലമതിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കേണ്ടത്. അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിന് എന്നെ ഒരുക്കണമെന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കട്ടെ. ലോകം വിലമതിക്കുന്നതല്ല, ദൈവം വിലമതിക്കുന്ന ഒരു പേരാണ്. എന്റെ
ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു പേരായി എന്റെ പേര് മാറും. വചനത്തിന് മുൻപിൽ സമർപ്പിക്കാം. വരും ദിവസങ്ങളിൽ ശ്രേഷ്ഠമായി ഈ രാജ്യത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ മുന്നോട്ട് നയിക്കണം. നമുക്കതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ സിജോയുടെ പെങ്ങളുടെ കുഞ്ഞിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ മാസം അവസാനങ്ങളിൽ സർജറി പറഞ്ഞിരിക്കുകയാണ്. ആ കുഞ്ഞിനോട് ദൈവം കരുണ കാണിക്കേണ്ടതിനായി നമുക്ക് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഒത്തിരി ഭാരമുള്ള വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പ്രിയ അനീഷിന്റെ ജോലി ദൈവം ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവം ഒരു അത്ഭുതം പ്രിയ മകന് വേണ്ടി ചെയ്യേണ്ടതിനായി എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാണ്. ഷീബയും മൈതലും കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് കടന്നുപോയി. ഒരു ക്ഷേമത്തോടെ ചെന്ന് നല്ലൊരു അവധിക്കാലം ദൈവം നൽകി സമാധാനത്തോടെ മടക്കി വരുത്തേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാരങ്ങളൊക്കെ ദൈവം എടുത്തു മാറ്റി ദൈവം തന്നെ ജനത്തിന് വേണ്ടി ദിവസങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. സഭയെ ദൈവം പണിയട്ടെ. ശ്രേഷ്ഠമായി ദൈവം മുന്നോട്ട് നയിക്കട്ടെ. പുതിയ ആത്മാക്കളെ ദൈവം നമുക്ക് നൽകി തരട്ടെ. ഈ വർഷം ഒരു കെട്ടുപണിയുടെ വർഷമായി, ദൈവം കുടുംബങ്ങളെ പണിയുന്ന ഒരു വർഷമായി, കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു വർഷമായി, ആത്മാവിൽ നിറയ്ക്കുന്ന ഒരു വർഷമായി തീരാൻ ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്താണ്. സഭയ്ക്കകത്ത് വെളിപ്പെടേണ്ട